ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ IPL മാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ടുള്ള ഒരു മാച്ചാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൺറൈസേഴ്സും LSGയും തമ്മിലുള്ള മാച്ച് കണ്ടു. ആ മാച്ച് ഇട്ടപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞ പേരാണ് ചെന്നൈ സൂപ്പർ കിങ്സ്, RCB, മുംബൈ ഇന്ത്യൻസ്. ഈ മൂന്ന് ടീമുകളുടെ പേരാണ് പറഞ്ഞത്. ഇന്ന് എന്തായാലും ഈ രണ്ട് ടീമുകളുടെ മാച്ച് കളിക്കാന്ന് കരുതി. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. IPL തോറ്റ് തുന്നമ്പാടി നിൽക്കുവാണെങ്കിലും ഇവിടെങ്കിലും ജയിക്കാൻ വരും, നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ ടോസ് ഇടുന്നു ഋതുരാജ് ഗെയ്ക്വാദ് ആൻഡ് കൂടെ ഉള്ളത് രജത് പടിദാറാണ്. പക്ഷേ രജത് പടിദാറിന്റെ ഫേസ് ഒട്ടും കറക്റ്റ് അല്ല കേട്ടോ, എന്താണ്ട് പോലെ ഇരിക്കുന്നു. എനിവേ, ചെന്നൈ സൂപ്പർ കിങ്സ് നമ്മുടെ ടീമാണ്. ടോസ് വീണ് നമുക്ക് ബോളിംഗ് സെലക്ട് ചെയ്യാം ഗൈസ്. നമുക്ക് ഫസ്റ്റിലെ ബോൾ ചെയ്ത് 10 ഓവർ മാച്ചാണ്. അപ്പോൾ ഫസ്റ്റിലെ ബോൾ ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് കളി പോകുന്നുള്ള കാര്യം. ഫിലിപ്പ് സാൾട്ടും വിരാട് കോഹ്ലിയും കൂടിയാണ് ബാറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. സ്ട്രൈക്ക് ചെയ്യുന്നത് സാൾട്ടാണ്. ഫസ്റ്റ് ഓവർ എറിയുന്നു നമ്മുടെ ഖലീൽ അഹമ്മദ്. ചെന്നൈയുടെ ഇപ്പോഴത്തെ ബോളിംഗ് ഓപ്ഷൻസ് അതൊക്കെയാണെന്ന് അറിയാലോ. ഖലീൽ അഹമ്മദാണ് ഫസ്റ്റ് ഓവർ എറിയാൻ വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓ, ഫിലിപ്പ് സാൾട്ട് ഡക്കോ, അതിശയൻ. ചെന്നൈയുടെ കളിയില് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, റിയൽ കളിയിലോ ചെന്നൈ വൻ തോൽവിയാണ്. ഇവിടെങ്കിലും നമുക്ക് പിടിച്ചേക്കണം. വിഷയമായിരുന്നേ. നല്ലൊരു ഷോട്ടിനുള്ള ശ്രമമാണ്, പക്ഷേ ഫസ്റ്റ് ബോൾ ഗോൾഡൻ ഡക്കായിട്ട് പുറത്തേക്ക് വന്നു. അടുത്തായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നു ദേവദത്ത് പടിക്കൽ. ഓക്കെ, രണ്ടാമത്തെ ബോൾ എറിയുന്നു ഖലീൽ അഹമ്മദ്. നല്ലൊരു തുടക്കമാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഷോട്ടിനുള്ള ശ്രമം, പക്ഷേ കറക്റ്റായിട്ട് ഫീൽഡറിന്റെ കൈകളിലേക്ക് ചെല്ലുന്നു ബോൾ. ഋതുരാജ് ഗെയ്ക്വാദ്, നല്ല ക്യാപ്റ്റൻസി. ബാക്കിലേക്ക് നല്ലൊരു ഷോട്ട്, പക്ഷെ ഫീൽഡർ ഉണ്ട്, ഓടിയെടുക്കും. നല്ല ഫീൽഡിങ്. ആരാണ് ആ ഫീൽഡർ? ഇന്ന് നമ്മുടെ ടീമിലെ കീപ്പർ നിൽക്കുന്നത് ധോണിയല്ല കേട്ടോ. കീപ്പർ നിർത്തിയേക്കുന്നത് ഡെവൻ കോൺവേ ആണ്. ധോണി ഫീൽഡേഴ്സിന്റെ സൈഡിൽ എവിടെ നിൽപ്പുണ്ട്, എവിടെയാണെന്ന് എനിക്കറിയില്ല, എവിടെ ഉണ്ട്. ഡെവൻ കോൺവേ ആണ് കീപ്പർ നിർത്തിയേക്കുന്നത്. നമ്മുടെ ടീമിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണമല്ലോ. എനിക്ക് ഓഫ് സൈഡിൽ നിൽക്കാൻ ധോണിയാണെന്ന് തോന്നുന്നു. ഇതാരാന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതോ ഒരു പ്ലെയർ ചെന്നൈയുടെ. എനിക്ക് തോന്നുന്നത് രച്ചിൻ രവീന്ദ്ര വല്ലതും ആയിരിക്കും. ദേവദത്ത് പടിക്കലും നമ്മുടെ വിരാട് കോഹ്ലിയും ക്രീസിൽ. എറിയാനായിട്ട് വരുന്നു അൻഷുൽ കമ്പോജ്. അൻഷുൽ കമ്പോജിന്റെ ഒക്കെ ഫേസ് കറക്റ്റാ കേട്ടോ. വിരാട് കോഹ്ലി അവരുടെ സൂപ്പർ സ്റ്റാർ RCBയുടെ ബാറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നു. ഫസ്റ്റ് ബോൾ തന്നെ ഗ്യാപ്പിലേക്ക് ഇട്ടോ. പക്ഷെ നല്ലൊരു ഫീൽഡിങ് CSKയുടെ പ്ലെയേഴ്സ് ആൻഡ് ഡയറക്റ്റ് ഹിറ്റുമായിരുന്നു. വിരാട് കോഹ്ലി ഒരു ബോളാണ് ഫേസ് ചെയ്ത് ഒരു റൺ എടുത്തിട്ടുണ്ട്. ഒരു റൺ എടുത്ത് മാറുന്നു. ദേവദത്ത് പടിക്കലിനായി അടുത്ത ബോൾ വരുന്നു. അപ്പോൾ ഇന്നത്തെ മാച്ചിലെ ഫസ്റ്റ് ബൗണ്ടറി ദേവദത്ത് പടിക്കലിന്റെ ബാറ്റിൽ നിന്നുമാണ് വന്നത്. ഓക്കെ, ഞാൻ ഒരു ഇൻസ്വിങ്ങിങ് ഡെലിവറിക്ക് ഒരു ഔട്ട് സ്വിങ് എറിഞ്ഞു നോക്കിയതാ. പക്ഷെ അതവൻ കറക്റ്റ് കളിച്ച് ടൈം ചെയ്ത് വിട്ട് കറക്റ്റ്. ദേവദത്ത് പടിക്കൽ വിക്കറ്റ് ആവാനുള്ള ഒരു ചാൻസ് കാണുന്നു വീണ്ടും. അവന്മാര് എന്തൊരു ത്രോ എറിഞ്ഞടേ, എവിടോട്ടേ എടുത്തെറിഞ്ഞേ. ഓവറിലെ അവസാന പന്തെറിയാൻ വരുന്നു അൻഷുൽ കമ്പോജ്. വീണ്ടും ഒരു എഡ്ജ് വിരാട് കോഹ്ലി. നല്ല ബോളിംഗ് അൻഷുൽ കമ്പോജ്. ഈ ഓവറിൽ ഒരു ബൗണ്ടറി വീണെങ്കിലും വലിയൊരു കംബാക്ക് നടത്തി. വിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ബാറ്റ്സ്മാൻമാരെ വളരെ പ്രഷറാക്കുന്നു. വീണ്ടും വരുന്നു ഖലീൽ അഹമ്മദ് അടുത്ത ഓവർ എറിയാനായിട്ട്. നമുക്കൊരു ബൗൺസറിൽ തുടങ്ങാം. എന്ന് ലെഫ്റ്റ് ഹാൻഡർ അല്ലേ? ലെഫ്റ്റ് ഹാൻഡർ അപ്പം ബൗൺസറാണ്, ഇങ്ങനെയാണ് എടുത്താൽ മതി. ഒരു സ്ലോ ബൗൺസറാണ് എറിയാൻ പോകുന്നത്. ക്യാച്ച്. RCBക്ക് വൻ തകർച്ച, ബാറ്റിംഗ് തകർച്ച. നല്ലൊരു ബോൾ കേട്ടോ. ബൗൺസറുടെ സ്ലോ ബൗൺസർ എറിഞ്ഞ് നോക്കിയതാണ്. ദേവദത്ത് പടിക്കൽ കറക്റ്റായിട്ട് അടിച്ച് നമ്മുടെ ഡെവൻ കോൺവേയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. 7 മിനിറ്റ് ബാറ്റ് ചെയ്തു. 10 ബോളിൽ 7 റൺസുമായിട്ട് മടങ്ങുന്നു.
അടുത്തതായിട്ട് നമ്മുടെ RCBയുടെ ക്യാപ്റ്റൻ രജത് പടിദാറാണ് ബാറ്റ് ചെയ്യാൻ വരുന്നത്. എടാ ഫീൽഡർ ഉള്ളിടത്തേക്ക് തന്നെയാണ് അടിച്ചത്. ഇല്ല, ഞാൻ വെച്ചത് ക്യാച്ച് ആണെന്ന് കേട്ടോ. 9 റൺസിന് 2 വിക്കറ്റ്. 9-10. ഓ, നല്ലൊരു ഷോട്ട്. ബോളറിന്റെ ആ ഒരു ബോളിന്റെ സ്പീഡ് മാത്രം യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ഫീൽഡർ അതിടത്തേക്ക് ബൗണ്ടറി പയ്യുന്നു വിരാട് കോഹ്ലി. നല്ലൊരു ഷോട്ട്. ഓ, ഫസ്റ്റ് ബോൾ ബാറ്റ് ചെയ്ത് അതും എഡ്ജ്. ഇന്ന് പിച്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടോ ഗൈസ്. ഒരുപാട് എഡ്ജ് വീഴുന്നുണ്ട്. ക്യാപ്റ്റൻ രജത് പടിദാർ ആയിരുന്നു ബാറ്റ് ചെയ്തത്. എഡ്ജ് എന്തായാലും ആയെങ്കിലും ബൗണ്ടറി പോന്നു ആ ഒരു ബോള്. നല്ലൊരു ബോളിംഗ് പ്രകടനം ഖലീൽ അഹമ്മദ്. ഓക്കെ. ഓ, നല്ലൊരു ഷോട്ടിനുള്ള ശ്രമമായിരുന്നു. അതും കറക്റ്റ് ഫീൽഡറിന്റെ കൈകളിലേക്ക് തന്നെ കൊടുക്കുന്നു. ഇന്നത്തെ മാച്ചിലെ ഫസ്റ്റ് സിക്സർ ആണോ പോകുന്നത്? അതെ, ഇന്നത്തെ മാച്ചിലെ ഫസ്റ്റ് സിക്സർ ആണ് കണ്ടത്. വിരാട് കോഹ്ലി ഫസ്റ്റ് സിക്സർ പഠിക്കുന്നു. വിരാട് കോഹ്ലി ഔട്ടാക്കിയില്ലെങ്കിൽ പണി പാളും കേട്ടോ. അടുത്ത ഓവർ എറിയാനായിട്ട് വരുന്നു രവീന്ദ്ര ജഡേജ. രവീന്ദ്ര ജഡേജയാണ് 5ാമത്തെ ഓവർ എറിയാൻ വരുന്നത്. ഓ, നല്ല സ്പിൻ ചെയ്തൊരു ബോള്. പക്ഷേ ഫീൽഡറിന്റെ മുകളിലൂടെ അത് 6 പോയടേ. നല്ലൊരു ഷോട്ടുമായിരുന്നു. ഫീൽഡർ നിന്നതിന്റെ തലയുടെ മുകളിൽ കൂടെ പോയി. കറക്റ്റ് ഫീൽഡർ ഉള്ളിടത്ത് തന്നെ ചെന്ന് നല്ല രീതിക്ക് ടേൺ ചെയ്ത് പോയൊരു ബോള്. രജത് പടിദാർ വളരെ കോൺഫിഡന്റ് ആയിട്ടൊരു ഷോട്ട്. ഫീൽഡർ ഒന്നും പ്രശ്നമല്ല. സിക്സർ വായിക്കണം എന്ന് വെച്ചാൽ വായിക്കും. ദൂസര കൊടുത്തു നോക്കാം. ദൂസര. ആ, നല്ലൊരു ബോള്. ഒരു കംബാക്ക്. ഒരു സിക്സറിന് ശേഷം ഒരു ഡോട്ട് ബോൾ ഇടുന്നു. ഒരു സ്റ്റാൻഡേർഡ് ഡെലിവറി കൊടുത്തു നോക്കാം. എടാ, അല്ലേലും അങ്ങനെ ചെന്നൈയില് ജഡേജ എറിയാൻ വന്നു കഴിഞ്ഞാൽ എല്ലാമാരും വാരി പറക്കിട്ടടിക്കും. ഇപ്പം എന്ത് പറ്റിയോ ഇപ്പൊ എല്ലാവർക്കും. ഒരു ഷോർട്ട് പിച്ചിട്ട് ബോളായിരുന്നു. അടിച്ച് പറത്തി കളഞ്ഞറേ. നമ്മുടെ ബൗണ്ടറി ലൈനിലെങ്കിലും ആളെ നിർത്തിയിട്ട് എല്ലാവരെയും കയറ്റിയിട്ടേക്കും. ഇനി ഫീൽഡ് ചേഞ്ച് ചെയ്യണം. ലെഗ് സൈഡിൽ ഫീൽഡർ ഉണ്ട്. ഫീൽഡറിന്റെ അടുത്തേക്ക് തന്നെയാണ്. സിക്സർ അടിച്ചു. അടുത്ത ബോള് തന്നെ വിരാട് കോഹ്ലി ഔട്ടാക്കുന്നു. രവീന്ദ്ര ജഡേജ. രവീന്ദ്ര ജഡേജ ഒരു സിക്സർ അടിച്ച തൊട്ടടുത്ത ബോള് വിരാട് കോഹ്ലി വീണ്ടും ഒരു സിക്സർ അടിക്കാനുള്ള ശ്രമം. പക്ഷേ നേരെ ഫീൽഡറിന്റെ കൈകളിലേക്ക്. അൻഷുൽ കമ്പോജാണ് ക്യാച്ച് എടുക്കുന്നത്. നേരെ ക്യാച്ച്. ഫീൽഡ് ചേഞ്ച് ചെയ്ത് കണ്ടോ വിക്കറ്റ് ഇട്ടത്. ക്യാപ്റ്റൻസി ഞാൻ. ഓ, അടുത്തായിട്ട് ബാറ്റ് ചെയ്യാൻ വരുന്നത് റൊമാരിയോ ഷെപ്പേർഡ്. നമുക്ക് അടുത്ത ഉറപ്പ് അശ്വിനായിട്ട് എറിയിക്കാം. സ്പിന്നേഴ്സിനെ കൊണ്ട് തന്നെ കളിപ്പിക്കണം. ഓഫ് സൈഡിലേക്ക് സിംഗിൾ ഇടാനുള്ള ശ്രമം പക്ഷേ നടക്കുന്നില്ല. ഓ, ഗ്യാപ്പിലേക്ക് ഫീൽഡറെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫീൽഡർ അവിടെ വരെ ഓടി എത്തിയില്ല. നല്ല പവറിനാണ് അടിച്ചത്. ക്യാച്ച്. കീപ്പറിന് ക്യാച്ചാണോ? എടാ, വീണ്ടും എഡ്ജ് അടിച്ച് നേരെ ബാക്കിലേക്ക് പോന്നു. ജഡേജ ഭയങ്കര അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ജഡേജയ്ക്ക്. ഓക്കെ, ഞാൻ വെച്ച് നേരെ മേലേക്കാ പൊങ്ങിയിരുന്നു. പക്ഷെ നേരെ പുറകോട്ടോടെ പോയി. ഡെവൺ കോൺവേ ഒന്ന് ഓടാന്ന് കരുതിയിട്ട് അങ്ങ് നിന്ന് കേട്ടോ. അവിടെ ധോണിയായിരുന്നു ഓടി എടുത്തേനെ. വീണ്ടും എഡ്ജ്. ബാക്കിലേക്ക് ബൗണ്ടറി പോകരുത്. 2 ഓവറിലെ 2 ബോളിൽ 2 എഡ്ജാണ് ഇപ്പോൾ വീണത്. രജത് പടിദാർ സ്ട്രൈക്ക് ചെയ്തപ്പോൾ 2 റൺസ് ഓടിയും എടുത്ത്. 2 ബോളിൽ 6 റൺസായി. ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഓവറിലെ 3-ാം പന്ത്.
ഓ അത് നല്ലൊരു ഷോട്ട്. ബൗണ്ടറി. ഞാനൊരു സ്ലിപ്പിനെ കൂടെ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലിപ്പ്. ഓ ഓ ഓ വാട്ട് ക്യാപ്റ്റൻസി! ഫീൽഡ് ചേഞ്ച് ചെയ്തു, എടുത്തു ഗൈസ്. 2 കീപ്പർ എന്നൊക്കെ. ധോണി എന്തായിരുന്നു കേട്ടോ സ്ലിപ്പ്. 2 കീപ്പർ എന്നൊക്കെ സ്ലിപ്പ് നിർത്തി എടുത്തു. കറക്റ്റ് ധോണിയുടെ കയ്യില്. അത്രേ ഉള്ളൂ. രജത് പടിദാറിനെ വിക്കറ്റ് ആക്കാൻ വേണ്ടി വീണ്ടും. നേരത്തെ നമ്മൾ വിരാട് കോഹ്ലി 6 അടിച്ചു, ഫീൽഡ് ചേഞ്ച് ചെയ്തു, വിരാട് കോഹ്ലി ഔട്ടാക്കി. ഇപ്പൊ തിരിച്ച് ഇതേപോലെ രജത് പടിദാറിനെ ഔട്ടാക്കി. അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാൻ വരുന്നു ജിതേഷ് ശർമ്മ. 58 റണ്ണിന് 4 വിക്കറ്റ്. ഓഹോ, തിരിഞ്ഞിരുന്നൊക്കെ അടിക്കുന്നു. സ്വിച്ച് ഹിറ്റ്, ബൗണ്ടറി. ലാസ്റ്റ് ബോൾ വീണ്ടും കിട്ടിയടി. ഇറങ്ങി അടിക്കുന്നു ഫീൽഡറില്ലാത്ത ഗ്യാപ്പിലേക്ക് തന്നെ. ജിതേഷ് ശർമ്മ 2 ബോളിൽ 8 റൺസോ അല്ല 3 ബോളിലാണ് വന്ന്. ഫസ്റ്റ് ബോൾ 4, ഇതിപ്പോ 3ാമത്തെ ബോൾ വീണ്ടും 4. ഫീൽഡേഴ്സിനെ തലയുടെ മോളിൽ കൂടെ അടിച്ച് ബൗണ്ടറി കളഞ്ഞ്. വീണ്ടും ഒരു ഡോട്ട് ബോൾ. 8 ഓവർ കഴിയുന്നു. ജിതേഷ് ശർമ്മ അത്യാവശ്യം അഗ്രസീവായിട്ട് തന്നെ ബാറ്റ് ചെയ്ത് നിൽക്കുന്നു. മതീഷ പതിരാനയാണ് അടുത്ത ഓവർ എറിയാനായിട്ട് വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് ബോൾ തന്നെ നമുക്കൊരു യോർക്കർ കൊടുത്തു നോക്കാം. മതീഷ പതിരാനയുടെ ഓവറാണ്. ഓ, മലിംഗയുടെ ആക്ഷൻ. ഓക്കെ, കിട്ടി. മലിംഗയുടെ ആക്ഷനൊക്കെ കറക്റ്റ് ആയിരുന്നു. അതേ ആക്ഷനിൽ തന്നെ എറിഞ്ഞേ, പക്ഷേ എങ്ങോട്ട് എറിഞ്ഞു കൊടുത്തത് അടിച്ചങ്ങ് കാട്ടിക്കളഞ്ഞു. റൊമാരിയോ ഷെപ്പേർഡ് ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്ലെയർ ആണ് കേട്ടോ. വീണ്ടും ഒരു യോർക്കറിനുള്ള ശ്രമമാണ്. എടാ, വീണ്ടും 2 ബോളിൽ 2 സിക്സസ് ഒരേ സ്ഥലത്തേക്ക് തന്നെ. യോർക്കർ അറ്റംപ്റ്റ് വെറും ഫുൾ ടോസ് ആക്കി അടിക്കുന്നു. അല്ലെങ്കിൽ ഈ വെസ്റ്റ് ഇൻഡീസ് പ്ലേയേഴ്സ് അല്ലേ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അടിച്ചു കളയുന്നു. വൈറ്റ് ബോൾ. മതീഷ പതിരാന ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ ഇതുപോലെ തന്നെ കേട്ടോ, ശരിക്കും അടി വാങ്ങിക്കും. ഇടയ്ക്കെങ്ങാണ് ഒരു വിക്കറ്റ് ഇട്ടാലിട്ടു, ആ രീതിക്കാ. വീണ്ടും ഒരു ബൗൺസർ തന്നെ എറിയാനുള്ള പ്ലാനാണ്. സ്ലോ ബൗൺസർ കൊടുക്കാം. ബൗണ്ടറി. നല്ലൊരു ഷോട്ട്. അടുത്തൊരു ബൗൺസർ വീണ്ടും എറിയാനുള്ള ശ്രമമാണ്, പക്ഷെ ഇച്ചിരി സ്പീഡ് കൂട്ടാം. എഡ്ജ്. നല്ലൊരു ബോള്. 9 ഓവറിൽ 94 റൺസോ അതോ 90 റൺസോ? ഫസ്റ്റ് ബൗൺസ്. ഇനിയിപ്പോ വിളിച്ചിട്ട് ഓവർ ലാസ്റ്റ് ബോൾ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എറിഞ്ഞത്. നൂർ അഹമ്മദാണ് എറിയുന്നത്. അത്യാവശ്യം നമ്മുടെ സ്പിന്നേഴ്സ് ആണ് നല്ലപോലെ കളിച്ച കേട്ടോ. ഇതിനി എന്തുവെന്ന് എനിക്കറിയില്ല. ക്യാച്ച്! ഓ, നല്ല ഫീൽഡിങ്. നമ്പർ 8 ഫീൽഡർ ഇടുന്നിടത്തേക്ക് തന്നെയാണ് അടിച്ചിട്ട്, പക്ഷെ കറക്റ്റായിട്ട് ഫീൽഡ് ചെയ്യുന്നു. ക്യാച്ച്! ഓക്കെ, അത്രേ ഉള്ളൂ. കറക്റ്റ് ഫീൽഡിങ് പൊസിഷൻ. ഫീൽഡ് സെറ്റ് ചെയ്തേക്കുന്നൊക്കെ പക്കയാണ്. കാരണം ഇത് ആരാ? ഞാനാ സെറ്റ് ചെയ്തേക്കുന്നത്. ഗെയ്ക്വാദല്ല. 2 പേരെ നമ്മൾ വെളിയിട്ടിട്ടുള്ളൂ. ആ 2 പേരിൽ ഒരാളുടെ കൈ തന്നെ എപ്പോഴും ചെല്ലുമ്പോൾ. അങ്ങനെ അത്യാവശ്യം 6 ബോളിൽ 10 റൺസും എടുത്തിട്ട് 2 ബൗണ്ടറി ആണ് അടിച്ചത്. പയ്യൻ കയറിപ്പോയി. കൃണാൽ പാണ്ഡ്യ, ദ ഡേഞ്ചറസ് കൃണാൽ പാണ്ഡ്യ, ഹർദിക് പാണ്ഡ്യയുടെ ബ്രദർ. നൂറിന്റെ 2 ബോളിൽ 2 റൺസാണ് ഇതുവരെ അടിക്കാൻ കഴിഞ്ഞത് അവർക്ക്. ഓ, 3ാമത്തെ ബോൾ എഡ്ജ് ആവുന്നു. ബൗണ്ടറി പോവോ? അത് ഇല്ല. ഫീൽഡർ ഓടി എത്തുന്നു, 2 റൺസ് ഓടി എടുക്കുന്നു. എത്രയും പെട്ടെന്ന്
റൊമാരിയോ ഷെപ്പേർഡിന് സ്ട്രൈക്ക് കിട്ടാതിരിക്കട്ടെ. 11 ബോളിൽ 23 റൺസ് അടിച്ച് നിൽക്കുക പയ്യൻ. ഓക്കെ, ആ ബോള് ബൗണ്ടറിയിലേക്ക് പോവുമോ? നല്ല ഫീൽഡിങ് ആയിരുന്നു, പക്ഷെ അവൻ്റെ കാല് റോപ്പിൽ തട്ടി. ഓ, അത് നല്ലൊരു ബോളായിരുന്നു. ഓ, വെൽ ഫീൽഡഡ്. ആരാത്? നല്ല ഫീൽഡിങ്. ക്യാപ്റ്റൻ ആണെന്ന് തോന്നുന്നു. സൂപ്പർ ക്യാച്ച് ആയിരുന്നു അത്. എനിവേ, അയാൾ ജഡേജ ആയിരിക്കും നല്ല രീതിക്ക് ഫീൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നല്ലൊരു ബോളും ആയിരുന്നു, നല്ല രീതിക്ക് ടേൺ ആയി. കറക്റ്റായിട്ട് ബോളിൻ്റെ ടേൺ മനസ്സിലാക്കുന്നില്ല ക്യാപ്റ്റൻ. നമ്മുടെ അതെ, ഗെയ്ക്വാദ് തന്നെയാണ് ക്യാച്ച് എടുത്തത്. ക്യാപ്റ്റൻ ഗെയ്ക്വാദ് തന്നെയാണ് ക്യാച്ച് എടുത്തത്. കൃണാൽ പാണ്ഡ്യ വരുന്നു, 3 ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നു. സുയാഷ് ശർമ്മയാണ് അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാൻ വരുന്നത്. ഫസ്റ്റ് ബോൾ തന്നെ ഇറങ്ങി അടിക്കാനുള്ളൊരു ശ്രമം, ഒരു സിംഗിളായിട്ട് അവസാനിക്കുന്നു. ലാസ്റ്റ് പന്ത് സ്ട്രൈക്ക് ചെയ്യുന്നപ്പോൾ റൊമാരിയോ ഷെപ്പേർഡാണ്. 99 റൺസാണ് ഇതുവരെ അവർ അടിച്ചിട്ടുള്ളത്. 6 വിക്കറ്റ് ഡൗൺ. അവസാന പന്ത്, ഓ ഇല്ല, കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞു ഗൈസ്. റൊമാരിയോ ഷെപ്പേർഡിന് ഈ ഓവറിൽ സ്ട്രൈക്ക് കിട്ടിയില്ല. ഞാൻ വിചാരിച്ച ഒരു ബോളുടെ ബാക്കിയും ഉണ്ടെന്ന്. അപ്പോൾ RCBയുടെ ബാറ്റിങ്ങിന്റെ അവസ്ഥ അതായിരുന്നു. ഓവറോൾ അവരുടെ ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി തന്നെ. 29 റൺസാണ് 16 ബോളിൽ അടിച്ചത്. പക്ഷേ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ റൊമാരിയോ ഷെപ്പേർഡ് ആയിരുന്നു. 11 ബോളിൽ 23 റൺസ്. ഫിലിപ്പ് സാൾട്ട് ഫസ്റ്റ് ബോളിന് ഡക്കായി. അതാണ് അവർക്ക് റൺ റേറ്റ് ഇച്ചിലൂടെ ഡൗൺ ആവാനുള്ള കാരണം. നമ്മുടെ ടീമിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മുടെ ടീമിൽ ധോണി എപ്പോഴും അവസാനമാണ് ഇറങ്ങുന്നതെന്ന് എല്ലാവരും പരാതി പറയും ചെന്നൈയുടെ മെയിൻ ഒറിജിനൽ ടീമിൽ. പക്ഷേ ഇന്ന് നമ്മൾ ധോണിയെ ഓപ്പണിംഗ് ഇറക്കാണ്. MS ധോണിയും ഡെവോൺ കോൺവേയും കൂടെ ഫസ്റ്റ് ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഫസ്റ്റ് ബോൾ ഡോട്ട് ബോൾ. 60 ബോളിൽ 100 റൺസാണ് ജയിക്കാൻ വേണ്ടുന്നത്. ഫസ്റ്റ് ബോൾ എന്തായാലും ഡോട്ട് ബോൾ ഇട്ടിട്ട് ധോണി നല്ലൊരു ഷോട്ട്. ധോണി ഒരിക്കലും ഓപ്പണിംഗ് ഇറങ്ങി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇവിടെങ്കിലും കണ്ടോ ധോണി ഓപ്പണിംഗ് ബാറ്റ് ചെയ്യുന്നത്? ജയിച്ചോ തോറ്റോ? നല്ലൊരു ഷോട്ട്, കറക്റ്റായിട്ട് ഭുവനേശ്വർ കുമാറിന്റെ ബോളിൽ കൃത്യമായിട്ട് ഗ്യാപ്പിൽ കളിക്കുന്നു. വിക്കറ്റ് കളയാതെ കളിക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. വീണ്ടും ഗ്യാപ്പിൽ കളിക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഫീൽഡറിന്റെ കൈകളിലേക്ക് കൊടുക്കുന്നു. 3 ബോളിൽ 4 റൺസ്. ഓ, ഒരു യോർക്കർ എറിയാനുള്ളൊരു ശ്രമം, പക്ഷേ ഓ അവിടെ ഭുവനേശ്വർ കുമാർ അഗ്രസീവ് ആവുമെന്നോ? ഓവറിലെ അവസാന പന്തെറിയാൻ വരുന്നു ഭുവനേശ്വർ കുമാർ. ഒരു നല്ല ഷോട്ട്. ഫീൽഡർ ഉണ്ട്. 2 റൺസ് ഓടിയെടുക്കാനുള്ളൊരു ശ്രമം. കൃത്യമായി ഓടിയെത്തുന്നു. അങ്ങനെ ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ 6 റൺസ്. വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല. രണ്ടാമത്തെ ഓവർ എറിയാൻ വരുന്നത് ജോഷ് ഹേസിൽവുഡ്, ഓസ്ട്രേലിയൻ ബോളർ. സ്ട്രൈക്ക് ചെയ്യുന്നു ഡെവോൺ കോൺവേ. നല്ലൊരു ഷോട്ടിനുള്ളൊരു ശ്രമം, പക്ഷേ ഫീൽഡറിന്റെ കൈകളിലേക്കാണ് കൊടുത്തത്. ഓക്കെ, ഓവറിലെ രണ്ടാമത്തെ പന്ത് സിക്സർ പായിക്കുന്നു ഡെവൺ കോൺവേ. ജോഷ് ഹേസൽവുഡ് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ, അത്തരത്തിലൊരു അഗ്രസീവ് ഷോട്ട് വരും എന്നുള്ള കാര്യം. നല്ലൊരു ഷോട്ട്. ഓ, ഒരു കംബാക്ക് ആയിരുന്നു അത്. ഒരു ഔട്ട് സ്വിങ്ങിങ് യോർക്കർ. ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടാണ് ഔട്ട് സ്വിങ്ങിങ് എന്ന് പറഞ്ഞത്. ഓ, വീണ്ടും യോർക്കർ. ഓ, അഗെയിൻ ഒരു കംബാക്ക് കേട്ടോ. കിടിലം ബോളിങ്. ആ സിക്സറിന് ശേഷം പയ്യൻ ഭയങ്കര അഗ്രസീവ് ആവുന്നു. കിടിലം ബോളിങ് ജോഷ് ഹേസൽവുഡ്. മൂന്നാമത്തെ ഓവർ എറിയാൻ വരുന്നു യാഷ് ദയാൽ. സ്ട്രൈക്ക് ചെയ്യുന്നത് MS ധോണി. ഫസ്റ്റ് ബോൾ തന്നെ ഒരു ഡോട്ട് ബോൾ. ഇന്നത്തെ മാച്ചിൽ ധോണിയുടെ ബാറ്റിൽ നിന്നുള്ള ഫസ്റ്റ് സിക്സർ ആണ് വന്നത്. ഒരു ഷോർട്ട് പിച്ച്ഡ് ബോൾ കൊടുക്കുന്നു, കറക്റ്റ് ആയിട്ട് സിക്സർ പായിക്കുന്നു. ബൗൺസറിനുള്ള ശ്രമമായിരുന്നു, പക്ഷെ കറക്റ്റ് ഉദ്ദേശിച്ച പോലെ ബൗൺസർ കിട്ടുന്നില്ല. ഫുൾ ഷോട്ട് ഫ്രം MS ധോണി. നല്ലൊരു ഷോട്ട്.
നല്ലൊരു ഷോട്ട്. അഗെയിൻ ഫീൽഡറിന് കാണാൻ കൂടെ കിട്ടുന്നില്ല ബോള്. റോക്കറ്റ് സ്പീഡിലാണ് ബൗണ്ടറിയിലേക്ക് പോയത്. പിന്നല്ല, പ്രോപ്പർലി ടൈംഡ്. എനിക്ക് സ്പിന്നേഴ്സ് വരുമ്പോൾ എന്താവും നല്ല ഇതുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം സ്പിന്നേഴ്സിനെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അറിയില്ല. എന്തായാലും അതിന് മുന്നേ നമുക്ക് ജയിക്കാൻ മാക്സിമം റൺ കയറ്റി വെക്കണം. 44 ബോളിൽ 78 റൺസ് ജയിക്കാൻ. എടാ അത് പോയടെ, ധോണിയുടെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. അഗെയിൻ ഒരു ബൗൺസർ ആയിരുന്നു. ഇപ്പൊ ശരിക്കും ബൗൺസർ എറിഞ്ഞു. ധോണി വീണ്ടും ഫുൾ ഷോട്ട് കളിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഫീൽഡറിന്റെ കൈകളിലേക്ക് തന്നെ അടിച്ചു കൊടുത്തു. നല്ലൊരു ഷോട്ടിനുള്ള ശ്രമമായിരുന്നു. ബൗണ്ടറി ലൈനിൽ വെച്ച് ക്യാച്ച് ആവുന്നു. 11 ബോളിൽ 16 റൺസ്, ഒരു 6ഉം 2 4ഉം നേടി MS ധോണി തിരിച്ചു പോകുന്നു. അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് ഋതുരാജ് ഗെയ്ക്വാദ്, ക്യാപ്റ്റൻ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ വരുന്നു. ഓക്കെ, വീണ്ടും ധോണിക്കിട്ട അതേ ബോള് വീണ്ടും എറിയാൻ ശ്രമിച്ചു. സിക്സർ വായിക്കുന്നു. ഫസ്റ്റ് ബൗൺസർ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഓവറിൽ അവസാന പന്തായതുകൊണ്ട് കാര്യമില്ല. ഇതിൽ നിൽക്കുന്നു. നല്ലൊരു ഷോട്ട്. ഡെവൻ കോൺവേ സിംഗിൾ ഇട്ട് മാറുന്നു. നേരെ ഫീൽഡറിന്റെ കൈകളിലേക്കാണ്. ജോഷ് ഹെയ്സൽവുഡ് രണ്ടാമത്തെ ഓവറാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബ്ലോക്ക്, ഒരു യോർക്കർ അറ്റംപ്റ്റ് ആയിരുന്നു. ഒരു സിംഗിൾ അല്ല, ഒരു ഡബിൾ ഓടിയെടുക്കുന്നു ആ ബോളിൽ ഗെയ്ക്വാദ് ആൻഡ് ഡെവൻ കോൺവേ. നല്ലൊരു ഷോട്ട്, ഒരു റൺസ് ഓടിയെടുക്കുന്നു. നല്ലൊരു ഓവറായിരുന്നു. ഈ ഓവറിൽ ഒന്നും അടിച്ചില്ലല്ലോ, ഇല്ലെന്ന് തോന്നുന്നു. നല്ലൊരു ഷോട്ട്, ഫീൽഡർ ഇല്ലാത്ത ഏരിയയിലേക്ക് ഓടിയെടുക്കാനായിട്ട് ഹെയ്സൽവുഡ് ആരും തോന്നുന്നു ആ ബോളർ. നോ ബോളോ? നോ ബോൾ വിളിച്ചേ. ഫ്രീ ഹിറ്റ്. ഫ്രീ ഹിറ്റ് ആണോ? ഓക്കെ, ഫ്രീ ഹിറ്റ് ആണേ. നോ ബോൾ ആയിരുന്നു. സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നു യാഷ് ദയാൽ. സോ ഈ ബോൾ നമുക്ക് സിക്സർ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. സിക്സർ അടിക്കാൻ പറ്റിയില്ല, പക്ഷേ ഫീൽഡറില്ലാത്തടത്തേക്ക് ബൗണ്ടറി വായിക്കുന്നുണ്ട്. മതി. ക്യാപ്റ്റൻ്റെതായിട്ടുള്ള ഒരു സെൻസിബിൾ ഇന്നിങ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായി നോ ബോളും ഫ്രീ ഹിറ്റും കിട്ടിയപ്പോൾ അത് ഒട്ടും മടി കൂടാതെ അടിച്ച് ബൗണ്ടറി കളയുകയും ചെയ്യുന്നു. ഓക്കെ, നല്ലൊരു ഷോട്ട്. 2 റൺസ് ഓടിയെടുക്കുന്നു. മൂന്നാമത്തെ റൺസ് ഓടാനുള്ള ശ്രമം. 3 റൺസ് ഓടിയെടുക്കുന്നു. കൊള്ളാം. ഫീൽഡർ ഓടിപ്പോയെങ്കിലും ബൗണ്ടറി ലൈനിന്റെ സൈഡിൽ വെച്ചിട്ടാണ്. വീണ്ടും നോ ബോൾ. ഓവറിലെ രണ്ടാമത്തെ നോ ബോൾ. യാഷ് ദയാൽ അഗെയിൻ എ ഫ്രീ ഹിറ്റ് ഫോർ ചെന്നൈ സൂപ്പർ കിങ്സ്. സ്ട്രൈക്ക് ചെയ്യുന്ന ഈ വട്ടം വീണ്ടും ഗെയ്ക്വാദ് തന്നെ. ഓവറിലെ രണ്ടാമത്തെ നോ ബോൾ ആണ് കേട്ടോ. ബൗണ്ടറി. സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു ആ ബോളിനെ ഫുൾ ടോസ് ആക്കി കളിക്കുന്നു. യോർക്കർ ആയിരുന്നത് കൊണ്ട് തന്നെ. സ്റ്റെപ്പ് ഔട്ട് ചെയ്തില്ലേ? അതെ, സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് തന്നെയാണ് എടുത്തത്. വീണ്ടും നോ ബോൾ എറിയുന്നു. വീണ്ടും ബൗണ്ടറി വായിക്കുന്നു ഋതുരാജ് ഗെയ്ക്വാദ്. അങ്ങനെ സ്പിന്നർ വരുന്നു. സുയാഷ് ശർമ്മയാണ് അടുത്ത ഓവർ എറിയാനായിട്ട് വരുന്നത്. ഡെവൻ കോൺവേ സ്ട്രൈക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സ്പിന്നറിനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരുന്നു. ഇന്ന് എന്ത് സംഭവിക്കുന്നു നോക്കട്ടെ. ഓ, നല്ല കളർ. അഗെയിൻ ഒരു ഡോട്ട് ബോൾ. സ്പിന്നറിനെ വളരെ സൂക്ഷിച്ച് വേണം കളിക്കാൻ. സ്റ്റംപ് അറ്റാക്ക് ചെയ്തായിരിക്കും സ്പിന്നേഴ്സ് കൂടുതലും കളിക്കുക. നല്ലൊരു ഷോട്ട്, നല്ല ഫീൽഡിങ്. റൊമാരിയോ ഷെപ്പേർഡ് അല്ല, റൊമാരിയോ ഷെപ്പേർഡ് അല്ലത് മറ്റേ പയ്യന, കൃണാൽ പാണ്ഡ്യ. നല്ല ഫീൽഡിങ്. മൂന്ന് ബോളിൽ 1 റൺസ്, 1 റണ്ണ് മാത്രം. നല്ലൊരു ഷോട്ട് ഫ്രം ഗെയ്ക്വാദ് ആൻഡ് എ സിംഗിൾ. ഓക്കെ, ഫീൽഡർ ഇല്ലാത്തിടം നോക്കി കൃത്യമായിട്ട് ഫീൽഡേഴ്സിന്റെ മുകളിൽ കൂടി ബൗണ്ടറി. ഗെയ്ക്വാദാണ് ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്രസീവും ആണ്, ഫിയർലെസ്സുമായിട്ട് കളിക്കുന്നു.
നല്ലൊരു ഷോട്ട്. അടുത്ത ഓവർ എറിയാനായിട്ട് വരുന്നു റൊമാരിയോ ഷെപ്പേർഡ്, റൈറ്റ് ആം ഫാസ്റ്റ് മീഡിയം. ഓക്കെ, യോർക്കറിനുള്ള ശ്രമമായിരുന്നു, പക്ഷേ ഫുൾ ടോസ് ആയിട്ട് കളിക്കുന്നു, ഫുൾ ടോസ് ആക്കുന്നു അതിനെ ഡെവൻ കോൺവേ. നല്ലൊരു ഷോട്ട്. ഒരു പക്ഷേ ബാറ്റിൽ നിന്ന് മിസ്സായിരുന്നെങ്കിൽ കുറ്റി തീർച്ചേനെ. രജത് പടിദാർ പെട്ടെന്ന് തന്നെ ഫീൽഡ് ചേഞ്ചസ് വരുത്തുന്നു. ഓടാ, ബൗണ്ടറിയുടെ അടുത്ത ആളുണ്ട്. ഗെയ്ക്വാദ് പോയി. സെറ്റായിട്ട് നിന്ന ബാറ്റ്സ്മാൻ ഋതുരാജ് ഗെയ്ക്വാദ് 15 ബോളിൽ 27 റൺസ് അടിച്ച് വീണ്ടും ഒരു ബൗൺസർ വരുന്നു. പുൾ ഷോട്ട് കളിക്കാനുള്ള ശ്രമം, പക്ഷേ കറക്റ്റായിട്ട് ഫീൽഡറിന്റെ കൈകളിലേക്ക് തന്നെ അടിച്ചു കൊടുക്കുന്നു. ധോണി ഔട്ടായ പോലെ തന്നെ ഗെയ്ക്വാദ് ഔട്ടാവുന്നു. ബൗൺസറിലാണ് വീണുപോയത്. നല്ല ഫീൽഡിംഗ് ഭുവനേശ്വർ കുമാർ. സച്ചിൻ രവീന്ദ്രയാണ് അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാൻ വരുന്നത് CSKക്ക് വേണ്ടിയിട്ട്. സാധാരണ ഓപ്പണിംഗ് ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ബാറ്റ്സ്മാനാണ്, ഒരു താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഷോട്ട്, സ്ട്രൈറ്റ് ഡ്രൈവ്. സച്ചിൻ രവീന്ദ്ര ഇറങ്ങി അടിക്കാനുള്ളൊരു ശ്രമമായിരുന്നു, പക്ഷേ അത് കൃത്യമായിട്ട് ഫീൽഡറിന്റെ കൈകളിലേക്ക് തന്നെ അടിച്ചിട്ട് കൊടുക്കുന്നു. 16 ബോളിലോ 15 ബോളിലോ വിരാട് കോഹ്ലിയുടെ കയ്യിലേക്കാണ് ക്യാച്ച് പോയത്. 31 റൺസ് വേണം. ഒരു റണ്ണ് മാത്രം നേടി സച്ചിൻ രവീന്ദ്ര. ഇവിടെയും പരാജയം. രവീന്ദ്ര ജഡേജയാണ് അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാൻ വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട്. നമ്പർ 8. ഫസ്റ്റ് ബോൾ തന്നെ സിക്സർ വായിക്കുന്നു രവീന്ദ്ര ജഡേജ. കൃണാൽ പാണ്ഡ്യ ഞെട്ടിപ്പോകുന്നു. ഒട്ടും പ്രതീക്ഷ കാണത്തില്ല ഇനി ഒരെണ്ണം കിട്ടുമെന്ന്. ഇപ്പം നല്ല ബോളായിരുന്നു, പക്ഷെ കറക്റ്റായിട്ട് ഫ്രണ്ട് ഫുട്ടിൽ വന്ന് സിക്സർ. ഓക്കെ, അവിടെ ഫീൽഡർ ഇല്ലാത്ത കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഫീൽഡറിനെ ക്യാച്ച് എടുക്കാമായിരുന്നു. ഓക്കെ, ബൗണ്ടറി വയ്ക്കുന്നു ഡെവിൻ കോൺവേ. ഈ ഓവറിൽ മാക്സിമം റണ്ണ് സ്കോർ ചെയ്തേ പറ്റൂ. ഈ ഓവറിലെ ബാറ്റിംഗ് പോലെ ഇരിക്കും അവസാനത്തെ ഓവർ ജയിക്കുമെന്ന് കണ്ടറിയാൻ. അവസാനത്തെ ഓവർ അപ്പോൾ ആരാ? കൃണാൽ പാണ്ഡ്യ എറിയൂ? ഫാസ്റ്റ് ബോളർ അല്ലേ? 10 ബോളിൽ 21 റൺസ് വേണം ജയിക്കാൻ. ഓക്കേ, വാട്ട് എ ഷോട്ട്! ഡെവൻ കോൺവേ ഓൺ ഫയർ. വളരെ സെൻസിബിൾ ആയിട്ടാണ് ഇത്ര നേരം കളിച്ചത് ഡെവൻ കോൺവേ. ഓടാ, നല്ലൊരു കംബാക്ക് ഫ്രം റൊമാരിയോ ഷെപ്പേർഡ്. യോർക്കർ എറിഞ്ഞു നിർത്തി ലാസ്റ്റ് ബോള്. അപ്പോൾ ഒരു ഓവറിൽ ജയിക്കാൻ 14 റൺസ് വേണം. സ്ട്രൈക്ക് ചെയ്യുന്ന ഡെവൻ കോൺവേ തന്നെ, എറിയുന്നത് കൃണാൽ പാണ്ഡ്യ. ഓക്കെ, പണി വാളിക്കോവാ. എന്റെ മോനെ, എടേ വിക്കറ്റ് വിടുത്തേ. ഫസ്റ്റ് ബോള്. എനിക്ക് റിവ്യൂ വേണം. ഞാൻ റിവ്യൂ എടുക്കുക. ചിലപ്പോൾ അത് വലത്തേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിലോ ബോള് അവൻ ഓഫ് സ്പിൻ അല്ലേ എറിയുന്നേ? ഇല്ലല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ തിരിയത്തില്ല. ആ ഇല്ല. പോയി. അങ്ങനെ ഡെവൻ കോൺവേ ഔട്ടായി പുറത്തേക്ക് പോകുന്നു. നമുക്കിനി അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാനുള്ളത് ശിവം ദൂബെയാണ്. കളി ജയിപ്പിക്കാൻ ശിവം ദൂബെ കൊണ്ട് പറ്റുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓ, സ്ട്രെയിറ്റ് ഫീൽഡേഴ്സിനെ നിർത്തി. രവീന്ദ്ര ജഡേജ സ്ട്രൈക്കിൽ വരുന്നു. ബൗണ്ടറി അടിക്കാനുള്ള ശ്രമം പക്ഷെ നടക്കുന്നില്ല. ഡോട്ട് ബോൾ. ഓക്കേ, ഫ്രണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്തിട്ട് ഒരു
ഷോട്ട് സിക്സർ വായിക്കുന്നു രവീന്ദ്ര ജഡേജ. നിന്ന സ്ഥലത്ത് നിന്നൊക്കെ മൂവ് ചെയ്ത് ഫ്രണ്ടി വന്നു. സ്റ്റംപ് എവിടെ നിൽക്കുന്നു നോക്ക്. ഓടറാ 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 ഓടിക്കേറാ. എടാ ഒന്ന് ഓടി കേറക്കണ്ടേ. ഓ തേർഡ് അമ്പയർ ഔട്ട്. ഔട്ടാടെ. രവിചന്ദ്രൻ അശ്വിനാണ് ബാറ്റ് ചെയ്യാൻ വരുന്ന അടുത്ത്. അശ്വിൻ എങ്ങനെ ഒരു ബോളിൽ 7 റൺസ്, 6 അടിച്ചാൽ കൊള്ളാം. അശ്വിൻ 6, അശ്വിൻ 6 ഇറങ്ങി അടിച്ച് ഫ്ലാറ്റ് 6. അവിടെ ഫീൽഡർ ഇല്ല. കഴിഞ്ഞു കളി. സമനില. സൂപ്പർ ഓവർ വല്ലതും ഉണ്ടോ? സൂപ്പർ ഓവറാണ് ബാറ്റ് ചെയ്യാൻ വരുന്ന ബാറ്റ്സ്മാൻമാര്. ഞാൻ ഒന്ന് ധോണി ഇടാം, പിന്നൊന്ന് ഗെയ്ക്വാദിനെ ഇട്ടാലോ? ധോണിയും ഗെയ്ക്വാദിനെ ഇറക്കാം. ഫസ്റ്റ് വീണ്ടും ആ ഒരു ഓവർ എറിയാൻ ഭുവനേശ്വർ കുമാറാണ് വരുന്നത്. അപ്പോൾ സൂപ്പർ ഓവറാണ് ഗൈസ്. ഒരു ഓവറിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഭയങ്കര ട്വിസ്റ്റ്. ഫസ്റ്റ് ബോൾ തന്നെ ധോണി ഫ്രണ്ട് പിച്ചിട്ട് ബോള് ഫ്രണ്ടിലിട്ട് കൊടുക്കുന്നു ഭുവനേശ്വർ കുമാറിന്. സിക്സർ പ്രഹരം. MS ധോണി. ധോണി ഇതുപോലെയൊക്കെ സൂപ്പർ ഓവർ കളിക്കാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിരുന്നെങ്കിൽ. രണ്ടാമത്തെ ബോൾ ഫുൾ ടോസ്. ആദ്യ ബോള് യോർക്കർ അറ്റംപ്റ്റ് ആയിരുന്നു ഫ്രണ്ട് പേജ്. രണ്ടാമത്തെ ബോൾ വീണ്ടും യോർക്കർ അറ്റംപ്റ്റ്, ഫുൾ ടോസ്. 2 6. 2 ബോളിൽ 2 6. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് സ്കോർ ഇപ്പം തന്നെ ആയിട്ടുണ്ട് 2 ബോളിൽ. ഇനിയുള്ള 4 ബോളിൽ ഇനിയും സ്കോർ ചെയ്താൽ കളി നമ്മുടെ കയ്യിലിരിക്കും. വൈഡ് ബോൾ. ഭുവനേശ്വറിന് പ്രഷർ. വൈഡ് വിളിക്കുന്നു. 13 റൺ. 2 ബോളിൽ 13 റൺസാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ഓടാ നല്ലൊരു യോർക്കർ. അത് ബൗണ്ടറി വായിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഫീൽഡറിന്റെ കൈകളിലോട്ട് തന്നെ ചെന്നു. അപ്പോൾ അവിടെ ഫീൽഡർ ഉണ്ട്, പക്ഷേ ഫീൽഡറിനെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റൂ. വീണ്ടും സിക്സർ. ഓവറിലെ അവസാന പന്താണ് ഇനിയുള്ളത്. അത്യാവശ്യം നല്ല സ്കോറായിട്ടുണ്ട്. നമ്മുടെ ബോൾ ചെയ്യാൻ ആര് വരും ഇപ്പം? നമുക്ക് പതിരാനെ കൊണ്ട് എറിയിക്കാം. സ്ലിംഗ. ഓക്കെ, 25 റൺസാണ് ഒരു ഓവറിൽ നമ്മൾ സൂപ്പർ ഓവറിൽ നേടിയത്. ധോണി മാത്രമേ സ്ട്രൈക്ക് ചെയ്തുള്ളൂ. സ്ട്രൈക്ക് റൊട്ടേറ്റ് പോലും ചെയ്ത് കൊടുത്തില്ല. അവിടെ നിന്നടിച്ചു. 4 സിക്സർ 1 വൈഡും 25 റൺസ്. വെൽ, കളി ഇപ്പോൾ നമ്മുടെ തട്ടിലാണ് ഇരിക്കുന്നത്. ഇനി RCBയുടെ ഓക്കെ, അങ്ങനെ മദീഷ പതിരാനെയാണ് നമ്മുടെ ഓവർ ചെയ്യാൻ വരുന്നത്. ബാറ്റ് ചെയ്യുന്നത് വിരാട് കോഹ്ലിയും ഫിലിപ്പ് സാൾട്ടും തന്നെയാണ്. ഫസ്റ്റ് ബോള്. എൻ്റെ പൊന്നളിയ യോർക്കർ എറിയാനുള്ള ശ്രമം. ദാ പോയി അവന്മാരും 6. എന്തുവാടേ ഇത്? സാൾട്ട് കഴിഞ്ഞ നമ്മുടെ ഈ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ ഡക്കായിരുന്നു. സൂപ്പർ ഓവർ വന്നപ്പോഴത്തേക്ക് ദാ പറക്കിലടിക്കുന്നു. പതിനാനയുടെ ബോളിംഗ് ഒന്നും നടക്കുന്നില്ല കേട്ടോ. അടിച്ച് പാർത്തി. ഓ, വെൽ ബോൾഡ്. നല്ലൊരു യോർക്കർ. രണ്ടാമത്തെ ബോളിൽ നമ്മൾ പിടിച്ചു നിർത്തി. അവന്മാർ എപ്പോഴും ആ യോർക്കറിനെ 6 അടിക്കുന്ന ഡയറക്ഷനിൽ ഞാൻ ഫീൽഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യോർക്കർ തന്നെ അറിയുന്നുള്ളൂ. അവിടെ ഫീൽഡർ ഉണ്ട്. പക്കാ ഫീൽഡ് സെറ്റ്. നേരത്തെ 6 അടിച്ച സ്ഥലത്തേക്ക് തന്നെ വീണ്ടും ഫിലിപ്പ് സാൾട്ട് 6 അടിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ബലവത്താകുന്നില്ല. മൂന്നാമത്തെ പന്ത് വിക്കറ്റും എടുക്കുന്നു ഫിലിപ്പ് സാൾട്ടിൻ്റെ. നല്ലൊരു ക്യാച്ച്. അവരുടെ രണ്ടാമത്തെ ബാറ്റ്സ്മാൻ ദേവദത്ത് പടിക്കൽ. സ്ട്രൈക്ക് ചെയ്യുന്ന ദേവദത്ത് പടിക്കൽ തന്നെ. പടിക്കലിന് നമുക്കൊരു ഇൻസ്വിങ് അറിയാം. വെയിറ്റ്.
4 3 ബോളിൽ ഇനി 2 ബോളിൽ 16 റണ്ണ്. എന്തായാലും നമ്മൾ കളി ജയിച്ചു. എടേ നോ ബോൾ വിളിച്ചിട്ട് അമ്പയർ. എന്റെ മോനെ, അതങ്ങാണ് അമ്മമാര് 6 അടിച്ചിരുന്നെങ്കിൽ. ഡോട്ട് ബോൾ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. ഫ്രീ ഹിറ്റ് ആണേ. മദീഷ 16. ടൈമിങ് തെറ്റിപ്പോയി. ഓക്കെ, ഫ്രീ ഹിറ്റ് അടിച്ച് കളയാനുള്ള ശ്രമം നടത്തി, പക്ഷേ അത് കറക്റ്റായിട്ട് ക്യാച്ച് എടുത്ത് തിരിച്ചു കൊടുക്കുന്നു. വിരാട് കോഹ്ലി ശരിക്കും പറഞ്ഞ സ്ട്രൈക്ക് കിട്ടാതെ അപ്പുറത്ത് നിന്നു ഇത്രയും നേരം. വിരാട് കോഹ്ലി അങ്ങനെ സ്ട്രൈക്ക് കിട്ടുന്ന കളി മാറിയാനെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ IPL മാച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുപോയി. നല്ലൊരു കളിയായിരുന്നു. സമനിലയിലൊന്നും കളി എത്തുന്ന ഞാൻ ഒട്ടും കരുതിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ IPL മാച്ച് ചെന്നൈ സൂപ്പർ കിങ്സും RCBയും തമ്മിലുള്ള മാച്ചായിരുന്നു. എല്ലാവർക്കും ഈ ഒരു മാച്ച് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ഫാൻ ഫൈറ്റ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട. ഇതിൽ ഞാൻ CSK ഫാനാണ്, പക്ഷേ CSK അതുകൊണ്ട് ഞാൻ ജയിപ്പിച്ചതോ അങ്ങനെയൊന്നും അല്ല. കളിയുടെ രീതിക്കാണ് പോകുന്നത്. എനിക്ക് പൊക്കുന്നത്രയും കളിക്കുന്നു. അതിൽ ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ തോക്കാം, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ മാച്ച് ഇതോടുകൂടി അവസാനിക്കുന്നു. അടുത്ത മാച്ചായിട്ട് നമുക്ക് കളിക്കാൻ പ്ലാൻ ചെയ്യുന്നത് മുംബൈ ഇന്ത്യൻസിനെ കൊണ്ടുവരണം. മുംബൈ ഇന്ത്യൻസിൻ്റെ കൂടെ കളിക്കാൻ ഒരുപാട് പേര് പറഞ്ഞ വേറൊരു ടീമാണ് പഞ്ചാബിനെ കൊണ്ടുവന്നാലോ എന്ത് പറയുന്നു? അപ്പോൾ എന്താണ് നിങ്ങളുടെ സജഷൻ എന്ന് കമന്റ്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.